ഹലോ ഗൈസ്, വി ആർ ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രൈഡൽ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. നമ്മൾ ഇന്ന് ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സ്കിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിന്നെ. അതിനുശേഷം നമ്മൾ നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യണം. ടോണറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഹിമാലയയുടെ റോസ് വാട്ടർ ടോണറാണ്. ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ മാത്രമല്ല നെക്കിൽ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ടോണർ മാത്രമല്ല, സ്കിൻ പ്രിപ്പറേഷൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പും നമ്മൾ നെക്കിലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നെക്കിലൂടെ മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മളിവിടെ പ്രൈമറായിട്ട് പാക്കിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്തേക്കുന്നത്, PAC. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ആയാലും കൺസീലറായും എന്തായാലും നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ ഐ മേക്കപ്പ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ആദ്യം തന്നെ നമ്മൾ കണ്ണും ഐബ്രോസും കൺസീൽ ചെയ്തെടുക്കുകയാണ്. ഡാമയുടെ ഫൗണ്ടേഷൻ പാലറ്റാണ് ഞാനിവിടെ കൺസീലിങ്ങിനായാലും കറക്റ്ററായാലും ഫൗണ്ടേഷനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ബേസ് ചെയ്തേക്കുന്നത് ഡാമയുടെ ഫൗണ്ടേഷൻ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഐബ്രോസിൻ്റെ 2 സൈഡും കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് കൺസീലർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ക്രൈലോണിൻ്റെ ബനാന പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഐഷാഡോ ആപ്ലിക്കേഷനാണ്. ഐഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെവലേഷൻ്റെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിനെ നമ്മൾ ക്രീസ് വരഞ്ഞു കൊടുക്കുകയാണ്. അതിനൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ക്രീസ് വരഞ്ഞത്. നന്നായിട്ട് ക്രീസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രൈഡിൻ്റെ സാരി എന്ന് പറയുന്നത് ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ സാരിയോട് കുറച്ച് മാച്ചിങ് ആവുന്ന ഐഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വയലറ്റും പിങ്കും മിക്സ് ആയിട്ടാണ് ഞാൻ ഐ ഷാഡോ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ജെൽ ഐലൈനർ വെച്ചിട്ട് നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്തു. കുറച്ച് വിങ്സ് ഇട്ടിട്ടാണ് ഞാൻ ലൈൻസ് വരച്ചത്. കണ്ണിന് താഴത്തും സെയിം ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ ബേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ആണ്, കൺസീലിംഗ് ഒന്നും ചെയ്യുന്നില്ല. കാരണം കംപ്ലീറ്റ് ഈവൻ സ്കിന്നാണ്, കൺസീലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫേസിൽ മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് നെക്കിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്ക് കംപ്ലീറ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് ഡബിൾ ചിൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസും ഡബിൾ ചിന്നിൻ്റെ എടുത്തിട്ട് നമ്മളൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. നെക്സ്റ്റ് ബ്ലഷാണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ബ്ലഷിന് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലഷ് ക്രീം ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഹൈലൈറ്റർ ആയി കഴിഞ്ഞാലും ഞാൻ ക്രീം ഹൈലൈറ്റർ യൂസ് ചെയ്തതിന് ശേഷമാണ് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത്. ക്രീം ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈലൈറ്റർ സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബേസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളിതൊരു പൗഡർ വെച്ച് സെറ്റ് ചെയ്യാണ്. സെയിം കൈലോണിൻ്റെ ബനാന പൗഡറാണ് ഞാനിവിടെ സെറ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു. ബേസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തതോടുകൂടി നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യുന്നത് ഹെയർ സ്റ്റൈലിംഗ് ആണ്. ഹെയർ സ്റ്റൈലിങ്ങിന് ഓൾറെഡി നമ്മൾ ഹെയർ കംപ്ലീറ്റ് ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെൻറ്റർ പാർട്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ 3 ലെയറുള്ള നെറ്റിച്ചുട്ടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഹെയർ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ബാക്ക് കോമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാഫ്റ്റിൻ്റെ ഹെയർ സ്പ്രേ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബാക്ക് കോമ്പിങ് ചെയ്തിട്ട് ഹെയർ സ്പ്രേ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. മിഡിൽ പോർഷൻ ബാക്ക് കോംബ് ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തു. ബോബിൻ ഉപയോഗിച്ച് പിൻ ചെയ്തെടുത്താണ്. ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനിവിടെ നെറ്റിച്ചുട്ടി പാർഷ്യലി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷനും ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടത്താനുള്ള ബ്രൈഡിൻ്റെ ബാക്കി കസിൻസും സിസ്റ്റേഴ്സും ഒക്കെയാണ് നമ്മുടെ ക്യാമറയുടെ മുമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെറ്റിച്ചുട്ടി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. നെറ്റിച്ചുട്ടിയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രൈഡിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ബ്രൈഡിനെ പോലെ തന്നെ ബ്രൈഡിൻ്റെ ഹസ്ബൻഡിനും ഈ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരൊന്നുകൂടെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാരി ഉടുക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാരി ഉടുത്ത് ഓർണമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.